സ്ഥലോടോ ഇതാണ് മോളെ നാഗഞ്ചേരി മന. ആ മന. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നാഗഞ്ചേരി മനയിലാണ്. അതായത് ഒരു 700 കൊല്ലം പഴക്കമുള്ളൊരു മനയുണ്ട് ഇവിടെ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുനും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്നാൽ നമുക്ക് ഉള്ളിൽ കയറി കണ്ടാലോ ചുനും? കാണാം. കമോൺ ഗൈസ്. ഇപ്പോൾ ഇവിടെ കയറണമെങ്കിൽ 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഏകദേശം എത്ര നമുക്ക് 700 കൊല്ലം പഴക്കമുള്ള ഒരു മനയാണ് നമ്മളിപ്പോൾ പോകുന്നത്. 37,000 ഏക്കർ സ്ഥലമുണ്ടായ ഒരു നമ്പൂതിരി, ഒരു എന്താ പറയുക രാജാവ്, അവരുടെ ഒരു ഇല്ലത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊത്തുപണി അല്ലേ? നമ്മൾ 5 വർഷം മുമ്പ് കൈ വെച്ചിട്ടുള്ള കൊത്തുപണി. ഇന്നത്തെ പോലെ മെഷീൻസ് ഒന്നും വന്നു. കൈ കൊണ്ടുള്ള കൊത്തുപണി അല്ലേ? ഇത് പൂജാമുറി. കിളിവാതില് ഇപ്പോഴും അതുപോലെ തന്നെ പെയിന്റിങ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്. ബ്രിട്ടീഷുകാർ കൊടുത്തു. ഇല്ലുമിനാറ്റി. എന്താണ്
എത്ര കൊല്ലം? എങ്ങോട്ടാ കൊണ്ടുപോകണം എന്നാ? കണ്ടപ്പോ 700 കൊല്ലം പഴക്കമുള്ളൊരു മലയാളം. ഇപ്പൊ ഇത് ഗവൺമെന്റ് കീഴിലാണല്ലോ. അതായത് 2019 ഇത് ഈ മനയും കാര്യങ്ങളൊക്കെ എന്താ പറയാ 2019 ഇവിടുത്തെ ഇത് മരിച്ചത്. ഇവിടുത്തെ അവസാനത്തെ വാസുദേവൻ നമ്പൂതിരി മരണപ്പെട്ടത് 2019. അപ്പോൾ മൂപ്പര് എന്താ പറയുക ഈ കാണുന്ന സ്വത്തും എല്ലാ കാര്യങ്ങളും പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് എഴുതി കൊടുത്തു. ഏകദേശം 37,000 ഏക്കർ സ്ഥലം അവരുടെ കീഴിലുണ്ടായിരുന്നു കേരളത്തിൽ. 37,000 ഏക്കർ ചിന്തിക്കാം. അത്രയും സ്ഥലം ഗവൺമെൻറ് എഴുതി കൊടുക്കേണ്ടി വന്നവർ. കാരണം വെച്ചാൽ ഒരാൾക്ക് 15 ഏക്കറിൽ കൂടുതൽ സ്ഥലം കേരളത്തിൽ ഒരാളുടെ പേരിൽ വെക്കാൻ പാടില്ല എന്നാണ് നിയമം. ആ നിയമം വന്നപ്പോൾ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ആർക്ക് എഴുതി കൊടുത്തു? ഗവൺമെൻറ് എഴുതി കൊടുത്തു. അങ്ങനെ എത്ര പവനാണെന്ന് പറഞ്ഞത്? 4,000 പവൻ ബ്രിട്ടീഷുകാർ കൊടുത്തത്. അത് കൂടാണ്ട് 800 കിലോ സ്വർണം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കാണിച്ച ഇപ്പത്തേപ്പനയില്ല, അവിടെ ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് ഗവൺമെന്റ്, തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ, തിരുവിതാംകൂർ ദേവസ്വം. ഇത് ഫുള്ള് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലാണുള്ളത്. നാരങ്ങ മരവും. ഏത് നാരങ്ങ മരം ഉള്ളത്? നാരങ്ങ മരം. ഈ കുളം കണ്ട, കുളത്തിൽ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാം. കുളമല്ലേ, പിന്നെ പാമ്പുണ്ടാവില്ലേ? കുളത്തിലെല്ലാം പാമ്പുണ്ടാവും. പിന്നെ ആര് പറഞ്ഞു? കുളത്തിലൊക്കെ പാമ്പുണ്ടാവും. ഇപ്പോൾ നാഗഞ്ചേരി മല 700 കൊല്ലം പഴക്കമുള്ളൊരു മല. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റൂല, എന്നാലും അതാണ് യാഥാർത്ഥ്യം. 700 കൊല്ലം പറഞ്ഞാൽ നമ്മുടെ പൊടി പോലും ഇല്ലാത്ത കാലം. നമ്മുടെ എത്രയോ തലമുറകൾ മുമ്പുള്ള ഒരിത്. പക്ഷെ എനിക്കൊന്നും അത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ? ഇത് കണ്ടോ, അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അത് ആല് ആണ്. അപ്പം എന്തോ മുമ്പ് വല്ല പൂജ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു ഊഞ്ഞാലുണ്ട്, റെഡ് റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തൊരു പൂജയുടെ ഭാഗമാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. അതെ, അവിടെ 2 അണ്ണാനുണ്ടോ? 2 എണ്ണം ഉണ്ട്. 2 അണ്ണാൻകുഞ്ഞ്. അണ്ണാകുഞ്ഞ് കിട്ടിയ? യെസ്. അപ്പോൾ ഇവിടുത്തെ വഴികളൊക്കെ വളരെ വിജൃംഭിച്ച വഴികളാണ്. പക്ഷെ എല്ലാം എന്താ ഇന്റർലോക്ക് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ അവസാനത്തെ അനന്തരവകാശി ഒരു വാസുദേവൻ നമ്പൂതിരിയായിരുന്നു. മൂപ്പര് 2019 അപ്രില എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇത് മൊത്തം ഇപ്പോൾ ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ഈ ഒരു സ്ഥലവും ഈ ഒരു മലയും ഇവിടെയുള്ള ഈ അമ്പലവും കുളവും എല്ലാം ഉള്ളത്. ഈ 37,000 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന ഈ ഒരു ആള് അവസാന കാലത്ത് പട്ടിണി കിടന്ന് മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഈ 37,000 ഏക്കർ സ്ഥലവും പല ആളുകളുടെ കയ്യിലും ഗവൺമെൻറ്റിൻ്റെ കയ്യിലും പിന്നെന്താണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുമാണ് ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ രാവിലെ 10 മണി മുതൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ പൊതുജനങ്ങൾക്ക് എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഫീസ് വരുന്നത് വെറും 20 രൂപ മാത്രമാണ്. എന്തായാലും എന്താ പറയുക, നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയാണിത്. കാരണം വെച്ചാൽ ആ ഒരു മന കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. നല്ല എന്താ പറയുക,
വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് പഴമ ഒട്ടും തോരാതെ, എന്നാൽ എന്താ പറയുക, ആ പഴയ ഒരു ഇതില്ല. കാരണം വെച്ചാൽ പഴയ കെട്ടിടമെന്ന് വെച്ചാൽ 700 കൊല്ലം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ് അത് പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു കേടുപാട് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരിക, കാണുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. കുളങ്ങളൊക്കെ ഉണ്ട്, കുളിക്കാനൊന്നുമില്ല, കാരണം വെച്ചാൽ പാമ്പൊക്കെയുള്ള കുളമാണ്. പിന്നെ കുറേ കാണാൻ ഇതാക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ വേറൊരു കാര്യം വെച്ചാൽ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. കുട്ടികൾക്ക് കളിക്കാൻ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നവരോട് ഒരു റിക്വസ്റ്റാണ്, മാക്സിമം പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് വരും. എന്നുവെച്ചാൽ ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വന്ന് തുടങ്ങുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കാണുക. ഇവിടെ ഒരു പവലിയനൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, പണ്ടത്തെ ഒന്നല്ല, ഫുള്ള് ഇപ്പോഴത്തെ കാലത്ത് ഇതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ ഒന്നിരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല, രസമുണ്ട് കാണാൻ വേണ്ടി. ഒരു തൂണിൻ്റെ കീഴിൽ മാത്രമായിട്ട് രണ്ടാക്കി കാര്യമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അതാണിപ്പോൾ ഇവിടെ ഉള്ളത്. ബാക്കിലേക്ക് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ പഴയ മോഡല് ആയിരിക്കും ഉണ്ടായിരുന്നത്. എന്താ പഴം? അത്തിപ്പഴോ? അത്തിപ്പഴമാണോ? അത്തിപ്പഴം ഇവിടെ കാവായിരിക്കും, കാവ്. ഇതൊക്കെയാണ് ഇവിടെ ഏകദേശം കാണാനും ഇതാക്കാനൊക്കെ ഉള്ളത്. നല്ലൊരു വൈബാണ് ഇരിക്കാൻ എന്തായാലും. അതെ, പണ്ടത്തെ ഈ ആന്റിക് പുരാവസ്തു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം. അതെ, പിന്നെ കാണുമ്പോൾ ഇവിടെയുള്ള കുറെ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കേരള കലാ സാഹിത്യ അക്കാദമിയുടെ ഭാഗമായിട്ടുള്ളതാണ്. കുറച്ചുനാൾ ഇതിൻ്റെ മേൽനോട്ടം ചുമതലയൊക്കെ കേരള കലാ സാഹിത്യ അക്കാദമിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പല ശില്പങ്ങളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ സംഭാവനയാണെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ടുള്ളത്. അതൊക്കെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് എന്താ പറയുക, ഒരു മ്യൂസിയം പോലെ, ഏകദേശം മ്യൂസിയം പറയാനില്ല, എന്നാലും അത്യാവശ്യം ഒരു മ്യൂസിയം പോലെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു വീഡിയോസിലുള്ളത്. നമ്മൾ കുറച്ച് ചെയ്യുന്ന കുട്ടി കുട്ടി ട്രാവൽ ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്നതിന് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ. അതെ, നമ്മൾ ഇതുവരെ നമ്മൾ എന്താ പറയാ, ഇങ്ങനെ സ്ഥലങ്ങൾ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ അറിഞ്ഞു വരുന്നതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ കാണുന്നു. അപ്പം നമ്മൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഒരാൾ നോക്കിയിരിക്കുന്നു. കഷ്ടമുണ്ടോ മലയാളി. കേരള സാഹിത്യ അക്കാദമി വകയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ശില്പികളൊക്കെ ഇവിടെ ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഗൈസ്. ഓ വാവ്, ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു കുളം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഒറിജിനൽ താമരയാണ് കേട്ടോ. ഒരെണ്ണം എന്താ വിരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ ഇത് പുറകിലോട്ടാണ് ഇവിടെ പാർക്ക്. കുട്ടികളായിട്ട് വരുന്നവർക്ക് പാർക്കിൽ പോകാനുള്ള വഴി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ടെൻഷനില്ല. നമ്മളിവിടെ വന്നാൽ എന്ത് ടോയ്ലറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, ദ ടോയ്ലറ്റ് ലേഡീസിനും ജെൻസിനും ടോയ്ലറ്റ് ഉണ്ട്. കൂടി നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറയുകയാണ്. ഇപ്പോൾ കേരള സർക്കാർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം പെരുമ്പാർ ടൂറിസം സർക്യൂട്ട് ചിൽഡ്രൻസ് പാർക്കിൽ 2010 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥ ജസ്റ്റ് കാണാം. എന്താണെന്ന് അറിയില്ല, കുട്ടികൾ കുറവാണോ എന്താണെന്ന് അറിയില്ല. ഇതാരും അറിയാത്തത് കൊണ്ടാണോ? ഏകദേശം മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അത്യാവശ്യം എന്താ പറയുക, ഇവിടുത്തെ ഊഞ്ഞാല് മാത്രം യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിനോട് ചേർന്നാണ് ഇവിടുത്തെ ഇരിങ്ങോൾക്കാവും വരുന്നത്. ഇതിന്റെ തന്നെ ഇവരുടെ കീഴിലായിരുന്നു. അതായത് ഇവരുടെ ഇപ്പോൾ ഗവൺമെന്റ്. അതെ, സെപ്പറേറ്റ് ആയി
അപ്പോൾ പലതും പല ആൾക്കാരുടെ കയ്യിലാണ് ഇതിന്റെ കീഴിൽ ഏകദേശം 9ഓളം ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷെ അതൊക്കെ ഇപ്പൊ ഫുള്ള് ഗവൺമെന്റിന്റെ കയ്യിലും മറ്റു ചില ആൾക്കാരുടെ കയ്യിലൊക്കെയാണ് ഉള്ളത്. അപ്പൊ എന്താ ഇതിന് ജസ്റ്റ് ഒരു 500 meters മാറിയാണ് ഇരിങ്ങോൾ ടെമ്പിൾ വരുന്നത്, ഇരിങ്ങോൾക്കാവ് വരുന്നത്. അപ്പം അത് നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അത് ഈ വീഡിയോത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ ഇതാണ് ഇരിങ്ങോൾക്കാവിന്റെ എൻട്രൻസ് പറയുന്നത്. ഇതിന്റെ ഉള്ളിലോട്ട് വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല ഗൈസ്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്, അതായത് ഏകദേശം മനേന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം. അതിൻ്റെ അകത്തോട്ട് നമ്മൾ അങ്ങനെ ആദ്യം കയറിയില്ല, നമ്മൾ ജസ്റ്റ് അവിടം വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത്. കാരണം ഇപ്പം അതിൻ്റെ അകത്തോട്ട് എൻട്രി ഇല്ല, രാവിലെ വൈകിട്ടുമാണ്. അപ്പോൾ അവിടെ അമ്പലമൊക്കെ ഒന്നാക്കി ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടം വരെ പോയി കണ്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ല, എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ ഹൈക്കോടതിയിൽ എന്തോ കേസ് നടക്കുന്നതായിട്ട്. അതുകൊണ്ട് നമ്മൾ വെറുതെ കേസിലൊക്കെ പെടുന്നത്, അതുകൊണ്ട് നമ്മൾ വീഡിയോഗ്രാഫി ഒന്നും എടുത്തില്ല. അതെ, നമ്മൾ എടുത്തില്ല. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇവിടെ പുറത്ത് നിന്നിട്ട് നമ്മൾ കണ്ടിട്ട് പോന്നു. അപ്പോൾ എന്തായാലും മന കാണാനും ആൾക്കാർ വേണം, അതുപോലെ തന്നെ ഇവിടെ ഭഗവതി ക്ഷേത്രം കാണാനും വേണ്ടിയിട്ട്. ആക്ച്വലി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല കേട്ടോ, ഈ ക്ഷേത്രം എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസ് അല്ല, അതൊരു അതിന്റെ വിശ്വാസവും അല്ല, അത് ശരിക്കും ഒരു അമ്പലമാണ്. അപ്പോൾ തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലാതെ ടൂറിസ്റ്റ് സ്പോട്ടല്ല. അപ്പോൾ തൊഴാനായിട്ടും അങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ആചാരം അനുസരിച്ച് തൊഴാനായിട്ടും ഭക്തിയുള്ളവർക്കൊക്കെ വരാൻ പറ്റുന്ന സ്ഥലമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് തീരെയാണ്. ഇവിടെ എന്തോ നല്ല കടിയൊക്കെ പൊരിക്കുന്ന മണം വരുന്നുണ്ട്. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ബൈ.